കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നിഫ്റ്റിയിൽ കണ്ടിന്യൂസ്ലി സെല്ലിംഗ് പ്രഷറാണ് കാണാൻ സാധ്യത. സോ നിഫ്റ്റി കറന്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,650. സോ FIA സ്ട്രോങ്ലി സെല് ചെയ്യുന്നുണ്ട്. നിഫ്റ്റിയുടെ ഇമ്മീഡിയറ്റ് ഒരു സപ്പോർട്ടായിട്ട് 24,600 ലെവൽ, 24,600 ആയിരിക്കും ഇമ്മീഡിയറ്റ് സപ്പോർട്ട്. 24,600 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 24,400 ആയിരിക്കും മേജർ ലെവൽ ഓഫ് സപ്പോർട്ട് നിഫ്റ്റിയിൽ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ. സോ പ്രീവിയസ്ലി പറഞ്ഞ ചില സ്പ്രിംഗ് പീക്കുകൾ നമ്മുടെ SL ലെവലിന് താഴെയായിരിക്കും. സോ പാനിക് സെല്ലിംഗിൽ ഹോൾഡ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വീക്ക് നോക്കാം. നെക്സ്റ്റ് വീക്കിലെ മൂവ്മെന്റ് നോക്കിയതിന് ശേഷം മാത്രം ഇങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ നമുക്ക് എക്സിറ്റ് ആവാവുന്നതാണ്. നാളത്തേക്കുള്ള സ്വിംഗ് പീക്കിന്റെ ഓർഡർ നോക്കാം ആദ്യം. ഈ ഒരു സ്റ്റോക്കിന്റെ DVM സ്കോർ നോക്കുകയാണെങ്കിൽ സ്ട്രോങ് പെർഫോമർ ആണ്. 30-day SMA ക്രോസ് ഓവർ ചെയ്തിട്ടുണ്ട്. മൊമെന്റം സ്ട്രോങ്ലി ബുള്ളിഷ് ആണ്. സോ പ്രൈസ് അബൌവ് ഷോർട്ട്, മീഡിയം ആൻഡ് ലോങ് ടേം മൂവിംഗ് ആവറേജ്. 3 മൂവിംഗ് ആവറേജിനും എബോവ് ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്. പെഗ് റേഷ്യോ ലോ ആണ്. ഹൈ മൊമെന്റം സ്കോർ ഉള്ള ഒരു കമ്പനിയാണിത്. പ്രൈസ് ആക്ഷൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഉടൻ സ്റ്റാർട്ട് ചെയ്യാണ്. സോ നിങ്ങൾക്ക് ബേസിക് ടു അഡ്വാൻസ് ടെക്നിക്കൽ അനാലിസിസ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ ഡിഫറെന്റ് സ്ട്രാറ്റജീസ് ഈ ഒരു കോഴ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. മാസ്റ്റർ ഇൻ ടെക്നിക്കൽ അനാലിസിസ്, പ്യുവർ പ്രൈസ് ആക്ഷൻ ബേസ്. സോ ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ടൈമാണ്. ബോട്ടം ഫിഷിംഗ് എങ്ങനെ ചെയ്യാം, അതേപോലെ പവർ ഓഫ് പാറ്റേൺ, ഡിമാൻഡ് ആൻഡ് സപ്ലൈ സ്ട്രാറ്റജി, മൾട്ടി ബാഗർ സ്ട്രാറ്റജി ആൻഡ് സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡ്സ്, 52 വീക്ക് സ്പെഷ്യൽ സ്ട്രാറ്റജി, OHL PRB ഇൻട്രാഡേ സ്ട്രാറ്റജി വിത്ത് സ്പെഷ്യൽ സ്ക്രീനർ. ഞാൻ ഉപയോഗിക്കുന്ന സ്ക്രീനേഴ്സ് എല്ലാം തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും. സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡ്സ് കവർ ചെയ്യുന്നുണ്ട് വിത്ത് മൈ സ്പെഷ്യൽ സ്ക്രീനർ. ലൈഫ് ലോങ് സപ്പോർട്ട് ഉണ്ടാവും. സ്റ്റുഡൻസ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഫ്രീ പ്രീമിയം മെമ്പർഷിപ്പ് ഉണ്ടാവും 3 monthsലേക്ക് ആഫ്റ്റർ ജോയിനിങ് ദിസ് കോഴ്സ്. സോ മണി മാനേജ്മെന്റ്, റിസ്ക് മാനേജ്മെന്റ്, ട്രേഡിംഗ് മൈൻഡ് സെറ്റ്, സോ ഇതെല്ലാം ഈ ഒരു കോഴ്സിന്റെ മാത്രം സ്പെഷ്യാലിറ്റിയാണ്. സോ ഇൻട്രസ്റ്റഡ് ആയവർക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സ്ആപ്പ് നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ഓൺലൈൻ ട്രേഡിംഗ് പ്രോഗ്രാം ആണിത്. ലോ ഡെപ്റ്റ്, സോ ലോ ഡെപ്റ്റ് ഉള്ള കമ്പനിയാണ്. 0 പ്രൊമോട്ടർ പ്ലഡ്ജ് ആണ്. PE റേഷ്യോ നോക്കുകയാണെങ്കിൽ ലെസ് ദാൻ 10. RSI ഇൻഡിക്കേറ്റിംഗ് പ്രൈസ് സ്ട്രെങ്ത്. ഹൈ വോളിയം, ഹൈ ഗെയിൻ ആണ്. ഇവിടെ വോളിയം ഷോക്കറിന്റെ ലിസ്റ്റിലും അപ്പിയർ ചെയ്ത സ്റ്റോക്കാണിത്. സ്റ്റോക്ക് ഔട്ട് പെർഫോമിംഗ് ദ ഇൻഡസ്ട്രി പ്രൈസ് ചേഞ്ച് ഇൻ ദ ക്വാർട്ടർ. സോ ഇതിന്റെ ഇൻഡസ്ട്രി ഔട്ട് പെർഫോം ചെയ്ത ഒരു സ്റ്റോക്കും കൂടിയാണ്. DVM സ്കോർ നോക്കുകയാണെങ്കിൽ ഹൈ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആണ്. 60 ആണ് ഇതിന്റെ സ്കോർ. വാല്യുവേഷൻ മീഡിയം വാല്യുവേഷൻ ആണ്. മൊമെന്റം സ്കോർ ക്ലിയർലി ബുള്ളിഷ്. സോ ടെക്നിക്കലി ബുള്ളിഷ് ആണ് ഈ ഒരു സ്റ്റോക്ക്. ചെന്നൈ പെട്രോളിയം ആണ്. സോ ചെന്നൈ പെട്രോളിയമിന്റെ കറന്റ് മാർക്കറ്റ് പ്രൈസ് 760. ഹ്യൂജ് വോളിയം ആയിരുന്നു. ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ 2.1 മില്യൺ വോളിയം ആയിരുന്നു. സോ ക്ലോസ് ചെയ്തിരിക്കുന്നത് പോസിറ്റീവ് ക്ലോസിംഗ് ആണ്. സോ ചെന്നൈ പെട്രോയുടെ ഡെയിലി ചാർട്ടിലേക്ക് പോകാം. ചെന്നൈ പെട്രോൾ ഒരു ലോങ് കൺസോളിഡേഷൻ ലെവലാണ് ആസ് ഓഫ് നോ. നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റാർട്ടിംഗ് ഫ്രം 2024 ഒക്ടോബർ, 2024 ഒക്ടോബറിലെ അതേ ലെവലിൽ ആ റെസിസ്റ്റൻസിലേക്ക് പ്രൈസ് എത്തിയിരിക്കുകയാണ്. സോ മോസ്റ്റ് പ്രോബ്ലി വോളിയം നോക്കുകയാണെങ്കിൽ വോളിയം എക്സ്പാൻഷൻ കാണാൻ സാധിക്കും. സോ ബൈയിങ് വോളിയം ഇവിടെ സ്ട്രോങ് ആണ്. സോ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. കറന്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 760. സോ കറന്റ് മാർക്കറ്റ് പ്രൈസ് ചെയ്ത് തന്നെ കൺസിഡർ ചെയ്യാവുന്നതാണ്. 720 ആയിരിക്കും SL. ഡെയിലി ക്യാൻഡിലിന്റെ ക്ലോസിംഗ് ബേസിസിലാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. ഫസ്റ്റ് ടാർഗറ്റ് 800, സെക്കൻഡ് ടാർഗറ്റ് 832. 2 ടാർഗറ്റ് ചെന്നൈ പെട്രോൾ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കംപ്ലീറ്റ് അനാലിസിസ് സെൽഫ് സ്റ്റഡി ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ ട്രേഡിംഗ് ഡിസിഷൻ എടുക്കുക. ചെന്നൈ പെട്രോളിൽ നമുക്ക് മൾട്ടിപ്പിൾ കൺഫർമേഷൻ ആണ്. ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടും ഇതിൽ ചെന്നൈ പെട്രോൾ ഓൾറെഡി ബ്രേക്ക് ഔട്ട് ആയിട്ടുണ്ട്. ഈ ഒരു ട്രെൻഡ് ലൈനിൽ സ്റ്റോക്ക് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാം. നാളത്തെ ഇൻട്രാഡേ പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻട്രാഡേ പിക്സിൽ ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ FMCG സ്റ്റോക്കുകളാണ് കൂടുതൽ പോസിറ്റീവ് ക്ലോസിംഗ് ഇരിക്കുന്നത്. സോ ITC നോക്കുകയാണെങ്കിൽ ITC ഒരു ഫോളോയിങ് ട്രെൻഡ് ലൈനിൽ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് അറ്റംപ്റ്റ് ആണ്. 406 ആയിരിക്കും ഇതിന്റെ ബ്രേക്ക് ഔട്ട് ലെവൽ. 406 ബ്രേക്ക് ചെയ്താൽ 4 പോയിന്റ്സ്, 4 പോയിന്റ് ടാർഗറ്റ്. ഷോർട്ടിംഗ് ലെവൽ 404, 404 ബ്രേക്ക് ആയാലും ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി 400 വരെ ആയിരിക്കും ITCയുടെ ടാർഗറ്റ്. VTL ആണ് നെക്സ്റ്റ്. വർദ്ധമാൻ ടെക്സ്റ്റൈൽസ്. VTL നല്ലൊരു ഫോളോ ആയിരുന്നു റീസെന്റ് ഫ്യൂ ഡേയ്സ് ആയിട്ട്. സോ VTL ഒരു റിവേഴ്സൽ അറ്റംപ്റ്റ് ആണ്. 420 ആയിരിക്കും ഇതിന്റെ ബ്രേക്ക് ഔട്ട് ലെവൽ. 420.2 ബ്രേക്ക് ചെയ്താൽ ഒരു ബൈയിങ് എൻട്രി. വർദ്ധമാൻ ടെക്സ്റ്റൈൽസ് 4 പോയിന്റിന് തന്നെ ടാർഗറ്റ് ആയിരിക്കും. 413 ആണ് ഷോർട്ടിംഗ് ലെവൽ. 413 ബ്രേക്ക് ആയാൽ 4 പോയിന്റ്സ് ടാർഗറ്റ്. ഇൻഡിജൻ ആണ് നെക്സ്റ്റ്. ഇൻഡിജൻ ലിമിറ്റഡ്. ഇൻഡിജനിലും ലാസ്റ്റ് 15 മിനിറ്റ്സിന്റെ 3-4 ക്യാൻഡിൽസ് നോക്കുകയാണെങ്കിൽ ഒരു സ്ട്രോങ് റിവേഴ്സൽ ആണ് ഈ ഒരു സ്ട്രക്ചർ ചെയ്യുന്നത്. 580 ബ്രേക്ക് ഔട്ട് ലെവൽ ആയിരിക്കും. 580 നാളെ വാച്ച് ചെയ്യാവുന്ന ലെവലാണ്. 580 ബ്രേക്ക് ചെയ്താൽ 5
85 വരെ ടാർഗറ്റ്, 5 പോയിന്റിന്റെ ടാർഗറ്റ് ആണ്. ഷോർട്ടിംഗ് ലെവൽ 573 ആണ്. 573 ബ്രേക്ക് ആയാൽ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി, 5 പോയിന്റ്സിന്റെ ടാർഗറ്റ് ഇൻഡിജൻ. ടാറ്റ മോട്ടോഴ്സ്. ടാറ്റ മോട്ടോഴ്സ് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ പോസിറ്റീവ് ക്ലോസിംഗ് ആണ്. നല്ലൊരു ബ്രേക്ക് ഔട്ടിന് ശേഷം ഈ റെസിസ്റ്റൻസ് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട് അറൌണ്ട് 680 ലെവൽ. സോ 681 ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ബൈയിങ് ലെവലിന് 681 ബ്രേക്ക് ചെയ്താൽ 6 പോയിന്റ്സ്, 6 പോയിന്റ് ടാർഗറ്റ്. ഷോർട്ടിംഗ് ലെവൽ 666 ആണ്, 666. സോ 666 ബ്രേക്ക് ആയാൽ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി, 660 വരെ ടാർഗറ്റ് പ്രതീക്ഷിക്കാം ടാറ്റ മോട്ടോഴ്സിൽ. ഇപ്ക ലാബ്. ഇപ്ക ലാബിന്റെ എൻട്രി ലെവൽ 1381.2 ആണ്. 1381.2 ബ്രേക്ക് ആയാൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി, 10 പോയിന്റിന്റെ ടാർഗറ്റ്, 10 to 12 പോയിന്റ്സ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. 1394 വരെ ടാർഗറ്റ് പ്രതീക്ഷിക്കാം. ഷോർട്ടിംഗ് 1358 ആണ്, 1345 വരെ ആയിരിക്കും ടാർഗറ്റ് എക്സ്പെക്ടേഷൻ ഇപ്ക ലാബിന്റെ. സോ ഇത്രയും സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ടേക്ക് കെയർ. ബൈ.